തായ്വാന് ചുറ്റും 15 ചൈനീസ് സൈനിക വിമാനങ്ങളും നാവികസേനയുടെ 10 കപ്പലുകളും ട്രാക്ക് ചെയ്തതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വാർത്തകളിൽ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണി മുതൽ ഇന്നലെ രാവിലെ 6 മണി വരെയുള്ള സമയത്തിനിടെയാണ് ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതിൽ 6 വിമാനങ്ങൾ തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിന്റെ തെക്കുപടിഞ്ഞാറൻ മേഖലയിൽ പ്രവേശിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരം പുറത്തുവന്ന ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യം തായ്വാന്റെ രക്ഷയ്ക്കായി മേഖലയിൽ തമ്പടിച്ചെത്തിയെന്നും പറയുന്നുണ്ട്. ചൈനീസ് സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ തായ്വാൻ സേനയുടെ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും രാജ്യത്തിന് പ്രതിരോധം തീർത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയായ തായ്വാൻ വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം മാത്രം 209 തവണയാണ് ചൈനീസ് സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം തായ്വാനിൽ കണ്ടെത്തിയത്. ചൈനീസ് സേനയുടെ യുദ്ധക്കപ്പലുകൾ 133 തവണയും ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2020 സെപ്റ്റംബർ മുതൽ തായ്വാന് ചുറ്റുമായി ചൈനീസ് സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം കുത്തനെ വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്താണ് ചൈനയും തായ്വാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്നുകൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. തെക്കൻ ചൈന കടലിടുക്കിലെ ഒരു ദ്വീപാണ് തായ്വാൻ. എന്നുവെച്ചാൽ ചൈനയ്ക്ക് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദ്വീപ് എന്നർത്ഥം. 1683 മുതൽ 1905 വരെ ചൈനയിലെ കിങ് രാജവംശമാണ് തായ്വാൻ ഭരിച്ചിരുന്നത്. 1905 നടന്ന ചൈന ജപ്പാൻ യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടതോടുകൂടി കിങ് രാജവർഷം തായ്വാൻ ദ്വീപിനെ ജപ്പാന് നൽകുകയാണ് ചെയ്തത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ ഈ പ്രദേശം ചൈനയ്ക്ക് ലഭിച്ചു. റിപ്പബ്ലിക് ഓഫ് ചൈന രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയികളായിരുന്നത് കൊണ്ട് അവർക്ക് ഈ പ്രദേശത്തിന് അവകാശവുമുണ്ടായിരുന്നു. യുദ്ധത്തിൽ ചൈനയുടെ സഖ്യകക്ഷികളായിരുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അനുമതിയോടെ ചൈനീസ് സർക്കാർ എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നതിന് മുമ്പുള്ള ചിയാങ് കൈഷക്കിന്റെ കുമിന്താങ് സർക്കാർ തായ്വാന്റെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ചൈനയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയും മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ചൈനയുടെ ഭരണം പിടിച്ചടക്കുകയും ചെയ്തതോടെ ചിയാങ് കൈഷക്കും അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്ന ഏതാണ്ട് 15 ലക്ഷം ജനങ്ങളും തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ ചൈന എന്നാൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തായ്വാൻ ചിയാങ് കൈഷക്കിന് കീഴിൽ റിപ്പബ്ലിക് ഓഫ് ചൈനയുമായി മാറി. ചിയാങ് കൈഷക് സർക്കാരിനെ അമേരിക്കയും ബ്രിട്ടനും അംഗീകരിച്ചിരുന്നു അന്ന്. പിന്നീടുള്ള 25 വർഷം തായ്വാൻ ഭരിച്ചത് ഈ സർക്കാരായിരുന്നു. അതിനുശേഷം തായ്വാന്റെ ജനാധിപത്യവൽക്കരണം വലിയ തോതിൽ ആരംഭിച്ചു. ചിയാങ് കൈഷക്കിന്റെ മകൻ ചിയാങ് ചിങ് ആയിരുന്നു ജനാധിപത്യവൽക്കരണത്തിന് തുടക്കമിട്ടത്. പിന്നീട് പ്രസിഡന്റായി വന്ന ലീ ടെങ് ഹുയി അറിയപ്പെടുന്നത് തന്നെ തായ്വാന്റെ ജനാധിപത്യ പ്രക്രിയയുടെ പിതാവ് എന്ന പേരിലാണ്. അതിനുശേഷം 2016 അധികാരത്തിൽ വന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവായ സാ ഇങ് യോങ് ഉൾപ്പെടെയുള്ള തായ്വാനെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹോങ്കോങ്ങിനെ ഏറ്റെടുത്ത പോലെ ഒരു രാഷ്ട്രം രണ്ട് വ്യവസ്ഥ എന്ന തന്ത്രത്തിലൂടെ തായ്വാനെ ഏറ്റെടുക്കാൻ ചൈന ശ്രമിച്ചെങ്കിലും ആ നീക്കം തായ്വാൻ തന്നെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമായ ചൈനയിലേക്ക് ചേരാൻ ജനാധിപത്യ രാജ്യമായ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് തായ്വാൻ പറഞ്ഞത്. എന്നാൽ തായ്വാന്റെ സാമ്പത്തിക മേഖല ചൈനയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. 159 ബില്യൺ യൂറോയുടെ നിക്ഷേപമാണ് തായ്വാന് ചൈനയിലുള്ളത്. അതുകൊണ്ട് ചൈന പിണങ്ങിയാൽ തങ്ങളുടെ വ്യാപാരവും വാണിജ്യവും എന്താകുമെന്ന ഭീതി ആ രാജ്യത്തിനുണ്ട്. എന്നാൽ അത് പേടിക്കേണ്ടെന്നും ചൈന തായ്വാനെതിരെ ഉപരോധം കൊണ്ടുവന്നാൽ അത് തങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാമെന്നുമാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഉറപ്പ് നൽകിയത്. അല്ലെങ്കിൽ തന്നെ അമേരിക്കയുടെ നേരിട്ട് പൂട്ടാൻ ചൈനയ്ക്ക് താല്പര്യമില്ല. കാരണം ചൈനയുടെ ലക്ഷ്യം അവരുടെ കച്ചവടം വളർത്തുക എന്നുള്ളത് മാത്രമാണ്. ചൈനീസ് വ്യവസായവും വാണിജ്യവും വളരണമെങ്കിൽ സമാധാനപൂർവമായ അന്തരീക്ഷം വേണം. അതുകൊണ്ട് ഈ സംഘർഷങ്ങൾ ഒക്കെ നടക്കുമ്പോഴും ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇപ്പോഴും അമേരിക്കയാണ്. ഒരു സംഘർഷമുണ്ടാക്കി സാമ്പത്തിക രംഗം തകർക്കാൻ ഒരിക്കലും റഷ്യ ചെയ്തതുപോലുള്ള മണ്ടത്തരമൊന്നും ചൈന കാണിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തായ്വാനിൽ ഇപ്പോഴൊന്നും സംഭവിക്കില്ല എന്ന് വേണം കരുതാൻ. US പാർലമെന്റ് സ്പീക്കർ നാൻസി പെലോസി 2022 തായ്വാൻ സന്ദർശിച്ചത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. തായ്വാനിൽ കാലുകുത്തിയാൽ വിവരം അറിയുമെന്ന ചൈനയുടെ ഭീഷണി വെറും വിമ്മിഷ്ടമായി മാറുകയായിരുന്നു അന്ന്. തായ്വാന്റെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് പ്രൊഫീഷ്യസ് ക്ലൗഡ്സ് നൽകിയാണ് അവരെ ആ രാജ്യം അന്ന് തിരിച്ചയച്ചത്. തായ് പ്രസിഡന്റ് സായ്വനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നാൻസി പെലോസി പറഞ്ഞ വാക്കുകൾ ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിനെ അടിവരയിടുന്നതായിരുന്നു. തായ്വാൻ ജനതയെ ഉപേക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും തായ്വാൻ ലോകത്തെ ഏറ്റവും സ്വതന്ത്രമായ സമൂഹങ്ങളിൽ ഒന്നുമാണെന്നാണ് നാൻസി പെലോസി പറഞ്ഞത്. ചൈനയ്ക്ക് ചുമ്മാ കയറി അടിച്ചുകൊണ്ടുപോകാൻ കഴിയുന്ന രാജ്യമല്ല തായ്വാൻ എന്നും നോക്കിക്കളിച്ചാൽ ചൈനയ്ക്ക് കൊള്ളാമെന്നുമാണ് നാൻസി അന്ന് പറഞ്ഞത്. 25 വർഷത്തിനിടെ തായ്വാൻ സന്ദർശിക്കുന്ന ആദ്യ ഉന്നത US പ്രതിനിധിയായിരുന്നു പെലോസി. തായ്വാനെ ചൈനയുടെ ദക്ഷിണത്തിന് വിട്ടുകൊടുത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് തന്നെ അവർ സന്ദർശന വേളയിൽ സൂചിപ്പിച്ചിരുന്നു.
സംഭവം നടന്നയുടനെ ബെയ്ജിങ്ങിലെ അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച ചൈന തായ്വാനിൽ നിന്നുള്ള പഴം, പച്ചക്കറി, മത്സ്യങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയും ചൈനയിൽ നിന്നും തായ്വാനിലേക്കുള്ള മണൽ കയറ്റുമതിയും നിർത്തിവെക്കുകയും ചെയ്തതാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നാലെ നടന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധവും അതിനെല്ലാം പുറമെ ഇപ്പോൾ തായ്വാൻ ചൈന യുദ്ധത്തിനു കൂടി സാക്ഷിയാകേണ്ടി വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വലിപ്പത്തിലും സൈനിക ശക്തിയിലുമൊന്നും ചൈനയുടെ ഏഴയലത്തെത്തില്ല ഈ രാജ്യം. 2.3 കോടി ജനസംഖ്യ മാത്രമുള്ളതാണ് തായ്വാനിൽ. ചൈനയുടെ ആകെ സൈനികരുടെ എണ്ണം 20,35,000 ആണെങ്കിൽ തായ്വാനിൽ ആകെ 16,900 സൈനികർ മാത്രമാണ് ഉള്ളത്. ചൈനയ്ക്ക് 3,227 യുദ്ധവിമാനങ്ങളും തായ്വാന് 504 യുദ്ധവിമാനങ്ങളും മാത്രമാണുള്ളത്. ചൈനയ്ക്ക് 5,400 ടാങ്കുകളും 59 മുങ്ങിക്കപ്പലുകളുമുണ്ട്. പക്ഷേ തായ്വാന് 650 ടാങ്കുകളും 4 മുങ്ങിക്കപ്പലുകളും മാത്രമാണുള്ളത്. ചൈനീസ് നാവികസേനയ്ക്ക് 86 പടക്കപ്പലുള്ളപ്പോൾ തായ് നാവികസേനയ്ക്ക് 26 എണ്ണം മാത്രമേയുള്ളൂ. എന്നാൽ ചൈനീസ് ആക്രമണമുണ്ടായാൽ തായ്വാന് US സൈനിക സഹായം നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ രണ്ട് വൻശക്തികൾ മുഖാമുഖം വരുന്ന വലിയ യുദ്ധത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക. തായ്വാനും ചൈനയ്ക്കുമിടയിലെ കടലിടുക്കിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും പരിശീലനം നടത്തുന്നത് പതിവാണ്. US യുദ്ധക്കപ്പലുകളും ഈ മേഖലയിൽ പലപ്പോഴും വിന്യസിക്കാറുണ്ട്. ആണവായുധം വഹിക്കാൻ കഴിയുന്ന ചൈനീസ് കപ്പലുകൾ പലപ്പോഴും തായ്വാൻ്റെ അതിർത്തിക്കടുത്തുകൂടെ പോകാറുണ്ട്. തായ്വാൻ്റെ വ്യോമമേഖലയിലേക്ക് പലപ്പോഴും ചൈനീസ് പോർവിമാനങ്ങളും അതിക്രമിച്ച് കടക്കാറുമുണ്ട്. എന്നാൽ ചൈനയെ ചെറുക്കാനുള്ള ശേഷിയില്ലാത്തതിനാൽ മാത്രം തായ്വാൻ ഇതിനോടൊന്നും പ്രതികരിക്കാറില്ല. ഇനി ചൈനയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ US സഹായം മാത്രമാണ് തായ്വാൻ്റെ ആശ്രയം. ഒപ്പം ഇന്ത്യയും സഹായിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തായ്വാൻ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ US സഹായിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചൈനയുമായി നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറായേക്കില്ലെന്നാണ് സമീപകാല സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള US സേനയുടെ ഏകപക്ഷീയമായ പിന്മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സംശയം ബലപ്പെട്ടിട്ടുമുണ്ട്. US സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തായ്വാൻ പെലോസിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തത്. ചൈന തായ്വാൻ തർക്കത്തിൽ ഏക ചൈന എന്ന നയമാണ് USനുള്ളത്. ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് US അംഗീകരിക്കുന്നത്. സ്വയംഭരണ രാഷ്ട്രമാകാനുള്ള തായ്വാൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന US അതിനുള്ള സഹായങ്ങളും പതിറ്റാണ്ടുകളായി നൽകി വരുന്നുണ്ട്. തായ്വാന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നതിനെ എന്നും ചൈന എതിർത്തിരുന്നു. പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ നിർണായക സ്വാധീനമുള്ള ഭൂപ്രദേശമാണിത്. അതുതന്നെയാണ് ചൈന തായ്വാനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന കാരണവും. തായ്വാൻ്റെ പൂർണ്ണ നിയന്ത്രണം ലഭിച്ചാൽ ചൈനയ്ക്ക് പടിഞ്ഞാറൻ പസഫിക് കടലിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതേസമയം തായ്വാൻ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുകയും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുമായി അടുത്ത ബന്ധം തുടരുകയും ചെയ്താൽ അത് ചൈനയ്ക്ക് കടുത്ത ഭീഷണി ഉണ്ടാകും. തായ്വാൻ്റെ നിയന്ത്രണം ചൈനയ്ക്ക് ലഭിച്ചാൽ പസഫിക്കിലെ അമേരിക്കൻ സ്വാധീനം ഭീഷണിയാകുകയും ചെയ്യും. ഗുവാമിലും ഹവാമിലുമുള്ള US സൈനിക കേന്ദ്രങ്ങൾക്കും ചൈനീസ് സ്വാധീനം ഭീഷണിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തായ്വാൻ ചൈനയുടെ കയ്യിലാകാതിരിക്കാൻ അമേരിക്ക പരമാവധി ശ്രമിക്കുമെന്നും ഉറപ്പാണ്. എന്നാൽ അമേരിക്കയ്ക്ക് തായ്വാനിലുള്ള സ്വാധീനം ഇല്ലാതാക്കാൻ ചൈനയും ശ്രമിച്ചു വരികയാണ്. സാമ്പത്തികമായും തായ്വാന് തന്ത്രപ്രധാന സ്ഥാനമുണ്ട്. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും മുതൽ കാറുകളിലടക്കം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ചിപ്പുകൾക്കായി ലോകരാജ്യങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് തായ്വാനെയാണ്. ലോകത്തിനാവശ്യമായ ആകെ ചിപ്പുകളിൽ 65% തായ്വാനാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 50% നിർമ്മിക്കുന്നത് TSMC എന്ന കമ്പനിയുമാണ്. $10,000 കോടി ഈ കമ്പനിയുടെ മൂല്യം. തായ്വാനെ തങ്ങളുടെ ഭാഗമാക്കിയാൽ ഈ കമ്പനികളുടെ നിയന്ത്രണവും ചൈനയ്ക്ക് ഏറ്റെടുക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തായ്വാനും ചൈനയും തമ്മിലുള്ള ഔദ്യോഗികമായി യാതൊരു ബന്ധവും ഇപ്പോൾ നിലവിലില്ല. 66 വർഷത്തിന് ശേഷം 2015 പ്രസിഡന്റുമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നെങ്കിലും അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുത്തിയില്ല. കാലാകാലങ്ങളായി തുടരുന്നതാണ് ചൈന തായ്വാൻ തർക്കമെങ്കിലും അടുത്ത കാലത്തായാണ് അത് രൂക്ഷമായത്. 2021 ചൈന തുടർച്ചയായി പലതവണ തായ്വാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച് യുദ്ധവിമാനങ്ങൾ പറത്തുകയുണ്ടായി. ഒരു ദിവസം 56 ചൈനീസ് വിമാനങ്ങൾ വരെ തായ് അതിർത്തിയിൽ അതിക്രമിച്ച് പ്രവേശിച്ചിരുന്നു. ഏക ചൈന എന്ന നയം അംഗീകരിക്കുന്നത് US ആകട്ടെ അടുത്ത കാലം വരെ ചൈനയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ സൂചനയും നൽകിയിട്ടില്ല. എന്നാൽ ജോ ബൈഡൻ പ്രസിഡന്റായതോടെയാണ് നിലപാടിൽ മാറ്റമുണ്ടായത്. തായ്വാനെ കീഴടക്കാൻ ചൈന ശ്രമിച്ചാൽ സൈനികമായി നേരിടുമെന്ന് കഴിഞ്ഞ മെയ്യിൽ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ യുദ്ധസന്നാഹങ്ങളുമായി ചൈന തായ്വാൻ അതിർത്തിയിലേക്ക് കടന്നിരിക്കുന്നത്.